കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സമ്പദ് വ്യവസ്ഥയിൽ സഹകരണ മേഖലയുടെ പങ്ക് എന്ന വിഷയത്തിൽ വടകരയിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. സി രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. മനുഷ്യവിഭവം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ രാജ്യം വളരുകയുള്ളൂവെന്നും നാണയമൂല്യം ലോകത്ത് ഏറ്റവുമധികം തകരുന്ന രാജ്യം ഇന്ത്യയാണെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ വിഭവങ്ങൾ യഥാവിധി ഉപയോഗിക്കാത്തതാണ് തകർച്ചയ്ക്ക് കാരണം. നവ ലിബറൽ നയങ്ങൾ നടപ്പാക്കിയതാണ് ഇതിനെല്ലാം കാരണമായത് എന്ന് സി രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. എൻ എ ദീപേഷ്, എൻ മീന, പ്രേമാനന്ദൻ, എൻ അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. വികസനം എന്നത് ഇങ്ങനെ ഈ കാഴ്ചകളാണ് എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടും മുതലാളിത്ത സ്വാധീനം കൊണ്ടുണ്ടാവാം. പക്ഷേ ശരിയായ വികസനം അളക്കാൻ ഒരുപാട് പുതിയ അളവുകോലുകൾ വേണം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരു സമൂഹത്തിൽ കുറയുന്നുണ്ടോ എങ്കിൽ അത് വികസനത്തിലേക്ക് നീങ്ങുന്ന സമൂഹമാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ആശയോൽപാദന രംഗത്ത്, ജ്ഞാനോൽപാദന രംഗത്ത് മറ്റെങ്ങുമില്ലാത്ത വിധമുള്ള സാധ്യത ഉണർന്നു വരുന്നുണ്ടെങ്കിൽ ആ സമൂഹം വളരുകയാണ് എന്ന് പറയാം, വികസനമാണ് എന്ന് പറയാം. ദാരിദ്ര്യം കുറഞ്ഞു വരികയാണ്. മനുഷ്യർക്ക് ഭക്ഷണം കിട്ടുന്നതിന്, മനുഷ്യർക്ക് മാത്രമല്ല ഇതര ജീവികൾക്കും ഭക്ഷണം കിട്ടുന്നതിന് സാധ്യതയുണ്ടായി വരുന്നു, കൂടി വരുന്നു. അത് വികസനത്തിൻ്റെ സൂചനയാണ്. മനുഷ്യവിഭവം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യവിഭവമുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. 142 കോടി ജനങ്ങളുണ്ട്. ആ മനുഷ്യവിഭവം യഥാവിധി ഉപയോഗിക്കപ്പെടുന്ന ഒരു സമൂഹം, അതിൻ്റെ സാധ്യത വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു സമൂഹം വികസനത്തിലേക്ക് നടക്കുന്ന സമൂഹമാണ് എന്ന് പറയാം. ഇങ്ങനെ ഒരുപക്ഷെ വികസനത്തിൻ്റെ അളവുകോലുകളിൽ പെടാത്ത കുറേ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമേ രാജ്യം വളരുന്നോ അതോ തളരുന്നോ എന്ന് പറയാൻ കഴിയൂ. ചിലത് നമുക്ക് നോക്കാം. മനുഷ്യവിഭവം ഏറ്റവും അധികം ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് തോന്നാം. ഇന്ത്യ വളരുന്നു, 4ാമത്തെ ആകുന്നു എന്നൊക്കെ പറയുമ്പോൾ 142 കോടി ജനങ്ങളുടെ മനുഷ്യവിഭവം ശാസ്ത്രീയമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് അനന്തമായ സാധ്യതകളുണ്ട്. അങ്ങനെ മനുഷ്യവിഭവം എത്ര കണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു, ആ രംഗത്ത് നമ്മൾ എത്ര മുന്നേറിയിട്ടുണ്ട്, അത് പരിശോധിക്കാൻ ഒരു കണക്കുണ്ട്. ആഗോളതലത്തിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന ഒരു ഇൻഡെക്സ് അളവുകോലാണ്. അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ ഒരു അളവുകോലല്ല, ഐക്യരാഷ്ട്ര സംഘടന അടക്കം തയ്യാറാക്കിയ ഒരു ഇൻഡെക്സാണ്. ആ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ കാണാം, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആവും.